പാലക്കാട് കല്ലടിക്കോട് ഫർണിച്ചർ കടയിൽ തീപിടുത്തം. അക്ഷയ സെന്റർ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് തീപിടുത്തം ഉണ്ടായത്. ഫർണിച്ചർ സാമഗ്രികൾ കൊണ്ടുപോകുന്ന പിക്കപ്പ് വാൻ പൂർണ്ണമായും കത്തി നശിച്ചു. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, ദൃശ്യങ്ങളിൽ നിന്ന് വലിയ തീപിടുത്തമാണ് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. തീപിടുത്തത്തിന്റെ കാരണം എന്താണ്? ലക്ഷ്മി, വലിയ തീപിടുത്തം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. 3 മണിയോടുകൂടിയാണ് കല്ലടിക്കോട് പ്രവർത്തിക്കുന്ന റിഡ്സ് എന്ന ഫർണിച്ചർ കടയിൽ തീപിടുത്തം ഉണ്ടായത്. ആദ്യം ജീവനക്കാർ തന്നെ തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും അത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിരുന്നില്ല. തീ കൂടുതൽ ആളിപ്പടരുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. കട ഏറെക്കുറെ പൂർണ്ണമായും കത്തി നശിക്കുന്ന സാഹചര്യമാണുള്ളത്. കടയ്ക്ക് മുമ്പിൽ നിർത്തിയിട്ടുള്ള ഫർണിച്ചർ സാമഗ്രികളെല്ലാം കൊണ്ടുപോകുന്ന പിക്കപ്പ് വാൻ പൂർണ്ണമായും കത്തി. അതോടൊപ്പം തന്നെ മറ്റ് ജീവനക്കാരും അതോടൊപ്പം പ്രദേശവാസികളും കടയ്ക്ക് മുമ്പിൽ ബൈക്കുകൾ നിർത്തിയിട്ടിരുന്നു. 6 ബൈക്കുകൾ കത്തി എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോഴും തീ അണയ്ക്കുന്നതിന് വേണ്ടി ഫയർഫോഴ്സ് 3 യൂണിറ്റുകൾ അവിടെ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. തീ നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. എന്തായാലും വലിയ നഷ്ടമാണ്, ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അപകടകരമായ സാഹചര്യം എന്ന് പറയുന്നത് തൊട്ടടുത്ത് തന്നെ മറ്റ് കടകളും പെയിന്റ് കടയും എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രദേശത്തേക്ക്, ആ ഭാഗത്തേക്ക് തീ പടരുന്ന സാഹചര്യം ഉണ്ടായാൽ അത് വലിയ അപകടത്തേക്ക് പോകും. എന്തായാലും അങ്ങനെ പോകാതിരിക്കാനുള്ള നടപടികൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും 1 മണിക്കൂറിലേറെ സമയം ആ കടയിൽ തീപിടുത്തമുണ്ടായി എന്നുള്ളതാണ്. എന്താണ് കാരണം എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഷോർട്ട് സർക്യൂട്ട് ആണോ എന്നതാണ് ഒരു സംശയമായി നിൽക്കുന്നത്. എന്തായാലും അതെല്ലാം പിന്നീടുള്ള പരിശോധനയിൽ മാത്രമേ തെളിയൂ. എന്തായാലും ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. ഫർണിച്ചർ കടയിൽ അവിടെ തീപിടുത്തം ഉണ്ടായിരിക്കുകയാണ്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്.